റിപ്പോർട്ടർ ബ്രേക്കിംഗ്. തൃശൂർ പിടിക്കാൻ പത്മജ വേണുഗോപാലിനെ കളത്തിലിറക്കുകയാണ് BJP. പത്മജയിലൂടെ കോൺഗ്രസ് വോട്ടുകൾ വൻതോതിൽ നേടാനാകുമെന്നാണ് കണക്കുകൂട്ടൽ. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ അനുകൂല നിലപാടാണ് പത്മജയുടെ സ്ഥാനാർത്ഥിത്വത്തിന് കാരണമായത്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും തൃശൂരിലെ UDF സ്ഥാനാർത്ഥിയായിരുന്നു പത്മജ. ഈ 2 തവണയും നേരിയ ഭൂരിപക്ഷത്തിലായിരുന്നു LDFന്റെ വിജയം. ജെയ്സൺ ചാമവളപ്പിലുണ്ട്. ജെയ്സൺ ചാമവളപ്പിൽ കണക്ക് പുസ്തകം നോക്കിക്കൂട്ടിയാൽ പത്മജ വേണുഗോപാൽ ജയിക്കും. പക്ഷേ കണക്കല്ലല്ലോ ജീവിതം. മറുഭാഗത്ത് കോൺഗ്രസ് ഒരുപക്ഷെ ഒരു കരുത്തനെ കളത്തിലിറക്കാൻ സാധ്യതയുണ്ട്. പത്മജയ്ക്ക് കിട്ടിയ അതേ കോൺഗ്രസ് വോട്ടുകൾ പത്മജയ്ക്ക് ഇക്കുറി കിട്ടണമെന്നില്ല. 2 തവണ UDF സ്ഥാനാർത്ഥിയായിട്ട് വന്ന പത്മജ ഇക്കുറി പാർട്ടി മാറി വരുമ്പോൾ തൃശൂർ മണ്ഡലം എങ്ങനെ പ്രതികരിക്കുമെന്നൊരു രാഷ്ട്രീയ ആകാംക്ഷയുണ്ട്. എന്തൊക്കെ തുണയാവും, എന്തൊക്കെ വിനയാകും? ജെയ്സൺ, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ. കെ കരുണാകരന്റെ കുടുംബം കേരളത്തിൽ കെ കരുണാകരനെ കഴിഞ്ഞിട്ടേ കോൺഗ്രസിൽ ഒരു നേതാവുള്ളൂ. ആ കരുണാകരനെയും കരുണാകരന്റെ 2 മക്കളെയും ഒരു ദാക്ഷിണ്യവുമില്ലാതെ രാഷ്ട്രീയമായി പരാജയപ്പെടുത്തിയ സ്ഥലത്താണ് വീണ്ടും പത്മജ വേണുഗോപാൽ വീണ്ടും മത്സരത്തിനിറങ്ങുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും പത്മജ വേണുഗോപാൽ മത്സരിച്ചു. പത്മജ വേണുഗോപാലിന്റെ രാഷ്ട്രീയ ചരിത്രം, തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിച്ചാൽ പണ്ടത്തെ മുകുന്ദപുരം മണ്ഡലം, ഇപ്പോൾ ചാലക്കുടി മണ്ഡലമായ പണ്ടത്തെ മുകുന്ദപുരം ലോക്സഭാ മണ്ഡലത്തിൽ ലോനപ്പൻ നമ്പാടനോട് വൻ ഭൂരിപക്ഷത്തിൽ അവർ പരാജയപ്പെട്ട അതേ സമയത്ത് തന്നെ മുരളീധരൻ മത്സരിച്ചിരുന്നു എന്നതാണ് ഏറ്റവും മറ്റൊരു രസകരമായ. രാഷ്ട്രീയത്തിൽ അങ്ങനെ പല സംഭവങ്ങളുണ്ടാവില്ല. രാഷ്ട്രീയത്തിൻ്റെ ചരിത്രം പരിശോധിച്ച് നമുക്ക് രസകരമായ ഒരുപാട് അനുഭവങ്ങൾ ചികഞ്ഞെടുക്കാൻ. അതിൻ്റെ വലിയ ഇടവേളയ്ക്ക് ശേഷമാണ് പത്മജ കഴിഞ്ഞതിന് മുമ്പത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ അംഗത്തിനിറങ്ങുന്നത്. അന്ന് VS സുനിൽകുമാറിനോട് 6000 വോട്ടിനാണ് പരാജയപ്പെട്ടത്. പക്ഷേ പത്മജ വേണുഗോപാൽ മടുത്തില്ല, പിൻവാങ്ങിയില്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും മത്സരിച്ചു. ജയിക്കുമെന്ന് ഏതാണ്ടൊക്കെ ഉറപ്പായിരുന്നു. കാരണം തൃശ്ശൂരിൻ്റെ ഒരു രാഷ്ട്രീയ ഭൂമിക അത്തരത്തിൽ വളർന്നു വന്നതാണ്. പക്ഷെ അപ്പോഴേക്കും ഇടുത്തി പോലെ സുരേഷ് ഗോപി എത്തുന്നു. 934 വോട്ടിന് പത്മജ പരാജയപ്പെടുന്നു. ആ സുരേഷ് ഗോപിയുടെ പിന്തുണയോടുകൂടി ഇത്തവണ കളത്തിലിറങ്ങുകയാണ്. പക്ഷേ അന്തരീക്ഷം ഒട്ടും ശുഭകരമല്ല. 28,000 വോട്ട് മാത്രമാണ് BJPക്ക് തൃശ്ശൂരുള്ളത്. 45,000 വോട്ടുണ്ടായിരുന്ന BJP തൃശ്ശൂർ നിയമസഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അത് 28,000-ലേക്ക് കുറഞ്ഞു. അതുകൊണ്ട് തന്നെ വലിയ പ്രതിസന്ധിയാണ്. ആ പ്രതിസന്ധിയെ മറികടക്കാൻ കോൺഗ്രസ് വോട്ടുകൾ പിടിച്ചേ മതിയാകൂ എന്ന് BJP തീരുമാനിക്കുന്നു. അതിനാണ് ഗവർണർ പദവി അടിച്ചു വെച്ചിരിക്കുകയാണ് അവിടെ ഡൽഹിയിൽ. അതിനിടയിലാണ് പത്മജയോട് പറയുന്നത്, താങ്കൾ തൃശ്ശൂർ വന്ന് മത്സരിക്കൂ, അവിടെ ഫൈറ്റ് ചെയ്യൂ, ജയിക്കാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. കോൺഗ്രസ്സുകാർക്ക് ചെറിയൊരു ടെൻഷൻ ഇല്ലാതില്ല. കാരണം കോൺഗ്രസിന്റെ വോട്ടുകൾ ചോർത്താൻ കഴിയാവുന്ന ഒരു കരുത്തുള്ള സ്ത്രീയാണവർ. പക്ഷേ ജയസാധ്യതയ്ക്ക് നമുക്ക് കണ്ടറിയേണ്ടി വരും. ഏതായാലും നല്ല ഫൈറ്റിന് കളമൊരുങ്ങി കഴിഞ്ഞു അരുൺകുമാർ.